സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നന്ദനെ കാണാനില്ലെന്നുള്ള വാർത്ത പ്രഭാവതിയിൽ താങ്ങുന്നതിനും അപ്പുറം വലിയ ഒരു ഷോക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തൻ്റെ മകനെ ആരോ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പ്രഭാവതി ഉറച്ചു വിശ്വസിക്കുന്നത്. ദേവികയുടെയും അതുപോലെ സിദ്ധാർത്ഥൻ്റെയൊക്കെ പെരുമാറ്റത്തിൽ പ്രഭാവതി തൃപ്തിയല്ല. എത്രയും പെട്ടെന്ന് തൻ്റെ മകനെ കണ്ടെത്താനുള്ള മാർഗം നോക്കാനുള്ളതിന് ചുമ്മാ ഫോണും വിളിച്ച് നടക്കുവാണെന്നുള്ള പരാതി പറച്ചിലാണ്. അങ്ങനെ ഒടുക്കം DYSP ആണെങ്കിൽ ചന്ദ്രോത്തേക്ക് എത്തുന്നുണ്ട്. DYSP ആണെങ്കിൽ വരുന്നതിന് മുമ്പിട്ട് ബെല്ല എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനോട് തുറന്നു പറയുന്നുണ്ടായിരുന്നു. ഈ നന്ദനെ കാണാതായതിൻ്റെ പിന്നിലും താൻ തന്നെയാണെന്നുള്ള കാര്യം. അതിനുശേഷം ചന്ദ്രോത്തേക്ക് വരുന്ന DYSP ആ ഒരു രീതിക്ക് തന്നെയാണ് എല്ലാവരുടെയും പെരുമാറുന്നത്. ഒരു രാത്രി നന്ദനെ ഒന്ന് കാണാതായെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയധികം ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? മിനിമം വൈകുന്നേരമെങ്കിലും നോക്കണ്ടായിരുന്നു നന്ദൻ തിരികെ വരുമോ ഇല്ലയോ എന്ന്. അങ്ങനല്ല, നന്ദൻ കുറച്ച് ദിവസമായിട്ട് ഡിപ്രഷനിലായിരുന്നു. ആ കാര്യം പറ, എന്താ ഡിപ്രഷൻ്റെ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയില്ല, എന്തായാലും നന്ദൻ സങ്കടത്തിലാണെന്നുള്ള കാര്യം അറിയാം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പം സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു സൂചിത്തുമ്പ് പോലും കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് നന്ദനെ തട്ടിക്കൊണ്ടു പോയതാ അല്ലെങ്കിൽ കടത്തിക്കൊണ്ട് പോയതാണ് എന്ന് തെളിയിക്കുന്നത്. അപ്പം മനസ്സിലാണെങ്കിൽ പാപ്പൻ വിചാരിക്കുന്നുണ്ട് എന്തായാലും ബെല്ല പറഞ്ഞയച്ച ആൾക്കാർ മിടുക്കരാണ്, ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കുന്നില്ല നന്ദനെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് തെളിയിക്കാൻ. അങ്ങനെ റൂമെല്ലാം സെർച്ച് ചെയ്തതിന് ശേഷം പുറത്തേക്ക് വരുന്ന DYSP സിദ്ധാർത്ഥൻ സാറിനോടും ദേവികയോടും ഗിരീഷിനോടുമായിട്ട് പറയുന്നു, ഒരാക്രമണത്തിൻ്റെയോ തട്ടിക്കൊണ്ടുപോകലിൻ്റെയോ യാതൊരു സൂചനയും ഇവിടെ കാണുന്നില്ല. എന്തായാലും നന്ദൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വരെ നമുക്ക് നോക്കാം, വിളിക്കുമോ അല്ലെങ്കിൽ തിരികെ വരുമോ എന്നറിയാം, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള മാർഗത്തിന് അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് DYSP ആണെങ്കിൽ പോകാനൊരുങ്ങുന്ന സമയത്ത് പ്രഭാവതിയാണെങ്കിൽ നെഞ്ച് പൊട്ടുന്ന സങ്കടത്തോടെ പറയുന്നു, എൻ്റെ മകൻ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, അവൻ ഒരുപാട് ശത്രുക്കളുണ്ട്, തീർച്ചയായിട്ടും കേസ് ഗൗരവത്തോടെ അന്വേഷിക്കണം. അത് മേഡം പറയേണ്ട ആവശ്യമില്ല, MLA നേരിട്ട് ഇടപെട്ട കേസല്ലേ, MLAയുടെ ഹസ്ബൻഡ് അല്ലേ, ആ ഒരു ഗൗരവത്തോടെ തന്നെ ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു പോകുന്നു. അപ്പോഴത്തേക്കും ഗിരിയാണെങ്കിൽ ദേവികയോട് ചോദിക്കുന്നു, ഇയാളെ വിശ്വസിക്കാൻ പറ്റുമോ? കാരണം പലതവണ നമ്മൾ പല പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഗൗരവത്തോടെയൊന്നും കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ല, അതിൻ്റെ പേര് ചോദിച്ചതാ, എനിക്കും ആ സംശയം ഇല്ലാതില്ലെന്ന് ദേവികയും പറയുന്നു. അപ്പം സിദ്ധാർത്ഥൻ സാറ് പറയുന്നു, നമുക്ക് കാര്യങ്ങൾ നോക്കാം ഏതുവരെ പോകുമെന്ന്. അങ്ങനെ ഋഷിയെ കാണാനെത്തുന്ന CP ആണെങ്കിൽ ചന്ദ്രോത്ത് നടന്ന ആ ഒരു സന്തോഷ വാർത്ത ഋഷിയെ അറിയിക്കുന്നുണ്ട്. നന്ദനെ കാണാനില്ല, നന്ദനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അവർ കംപ്ലൈൻ്റൊക്കെ കൊടുത്ത് ഇന്ന് പോലീസൊക്കെ വന്ന് തെളിവെടുപ്പൊക്കെ നടത്തിയെന്ന് പറയുന്നു. അപ്പം നന്ദനെ ആരോ തൂക്കിയല്ലേ. എന്തായാലും എനിക്ക് സന്തോഷമായി, ഇനി അവനുള്ള ശിക്ഷയും വിധിയൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കും. അപ്പോൾ ഇതിൻ്റെ പിന്നിലും മോനാണോ എന്ന് ഋഷിയോട് CP ചോദിക്കുന്ന സമയത്ത്, അങ്കിൾ എന്താ എന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത്? ഞാനിവിടെ ഇരുന്നാൽ മതി, കാര്യങ്ങളെല്ലാം ഞാൻ അപ്പോഴപ്പോഴേ അറിയുന്നുണ്ട്, മാത്രമല്ല പ്രതികാരം ചെയ്യാതെ ഞാൻ ഒരടി പിന്നോട്ടുമില്ല. അതേസമയം അരുന്ധതിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുമ്പം അരുന്ധതിയോട് നടന്ന കാര്യങ്ങളൊക്കെ CP പറയുന്നു. അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും അരുന്ധതിക്ക് ആദ്യം കൂടുന്നുണ്ട്. നമ്മുടെ ശാരികയാണെങ്കിൽ ഇതിനിടയ്ക്ക് കെവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നന്ദേട്ടനെ കാണാനില്ല, ഇന്നലെ രാത്രി മുതൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കെവിൻ ഒരു കാര്യം ഉറപ്പാകുന്നു, ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ബെല്ല ആരെയോ തട്ടിക്കൊണ്ടുവരുന്നതിനെ പറ്റി എന്നോട് തലേ ദിവസം സൂചിപ്പിച്ചതായിരുന്നു, പക്ഷെ ആളാരാണെന്ന് പറഞ്ഞില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തടയുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവൾ പറയാഞ്ഞത്. ഇതിൻ്റെ പിന്നിൽ അവളായിരിക്കുമെന്ന് കരുതി ബെല്ലയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, കോളൊക്കെ കട്ട് ചെയ്തിട്ട്. അപ്പം ബെല്ലയെ കണ്ട് കെവിൻ ചോദിക്കുന്നു, നന്ദനെ കാണാനില്ലെന്ന് പറയുന്നു. ബെല്ലയല്ലേ ഇതിൻ്റെ പിന്നിൽ? പിന്നല്ലാതെ, നിന്നോട് മുമ്പേ പറയാഞ്ഞത് നീ അതിന് തടസ്സം പറയുമെന്ന് വിചാരിച്ചിട്ടാ. നമ്മുടെ ആൾക്കാർ അവനെ പൊക്കിയടാ, എനിക്കൊന്ന് അവനെ കാണണമെന്നുണ്ട്. അപ്പോഴും കാണാൻ ചെന്ന് കഴിഞ്ഞാൽ നന്ദൻ ദേഷ്യപ്പെട്ടാലോ? അവൻ്റെ അനുവാദം കൂടാതല്ലേ അവനെ പിടിച്ചുകൊണ്ട് വന്നത്, അതും തട്ടിക്കൊണ്ടുവന്ന്. അപ്പം ബെല്ല പറയുന്നു, അവനൊരു പാവാടാ, അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഋഷി കൊലപാതക കേസിൽ നിന്നും അവനെ രക്ഷിക്കാനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് നമ്മുടെ ആ ഒരു സ്നേഹവും സിൻസിയാരിറ്റിയൊക്കെ മനസ്സിലാകും. അതുകൊണ്ട് നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് പേടിക്കണ്ട, നമുക്ക് ഇത്രയും പെട്ടെന്ന് അവനെ ഒന്ന് പോയി കാണാം എന്ന് പറഞ്ഞ് കെവിനെയും കൂട്ടി കാറിലാണെങ്കിൽ ബെല്ല പോകുന്നുണ്ട്. അപ്പം വണ്ടിയിലിരുന്ന് പരസ്പരം സംസാരിക്കുന്ന കൂട്ടത്തിൽ ബെല്ല പറയുന്നു, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അല്ല ബെല്ല, കാര്യങ്ങൾ ഇതിപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കൊരു പിടുത്തവുമില്ല, ഇതിനൊരു അവസാനം വേണ്ടേ? അവസാനമൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്ന നന്ദൻ ദേവികയെ ഉപേക്ഷിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഭർത്താവായി വരണം, അതോടെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും. അല്ലാതെ ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കാൻ പോകുന്നില്ല, അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
നന്ദനും ദേവിയേക്കും ഇപ്പോൾ പഴയതുപോലെ പിണക്കോ പരിഭവോ ഒന്നുമില്ല. അവർ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതിന് ശേഷം ദേവികയാണ് നന്ദന് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത്. അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നതെന്ന് ബെല്ലയും പറയുന്നു. കാത്തിരിക്കാൻ എന്താകുമെന്ന്.